ഇപ്പോൾ യൂത്ത് ലീഗിന്റെ വലിയ പ്രതിഷേധമാണ് മന്ത്രിയുടെ വസതിയിലേക്ക് ഉണ്ടാകുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. യൂത്ത് ലീഗ് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. ഒരു പ്രവർത്തകൻ അതിന് മുകളിൽ കയറി എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കാണാം. തുടർച്ചയായ മന്ത്രിയുടെ വസതിയിലേക്കും ആരോഗ്യമന്ത്രിയുടെ പത്തനംതിട്ടയിലെയും ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ വസതിയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും ഉൾപ്പെടെ വിവിധ സംഘടനകൾ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധ മാർച്ച് നടത്തി. ഇപ്പോൾ ഇതാ യൂത്ത് ലീഗ് മന്ത്രിയുടെ വസതിയിലേക്ക് നടത്തുന്ന മാർച്ചും പ്രതിഷേധം ഇരമ്പുകയാണ്. ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. പോലീസ് സംയമനം പാലിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വീണ്ടും ജലപീരങ്കി. മീര മനോഹരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മീര, വലിയ പ്രതിഷേധമാണ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഉണ്ടാകുന്നത്. രാവിലെ വിവിധ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. വീണ്ടും കലുഷിതമാവുകയാണ് യൂത്ത് ലീഗിന്റെ മാർച്ചും. എന്തൊക്കെയാണ് വിവരങ്ങൾ?
കോളേജിൽ ഇവിടെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പലതവണയായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. ഇതിനകം തന്നെ നിരവധി പ്രവർത്തകർ ഇപ്പോഴും റോഡിൽ കുത്തിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നതാണ്. യൂത്ത് ലീഗിന്റെ നേതാവ് ഉൾപ്പെടെ ഫാത്തിമ തഹ്ലിയ ഉൾപ്പെടെയുള്ള നേതാക്കൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും പ്രവർത്തകർ ഇവിടെ എത്തി ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം തുടർന്നു. പിന്നീട് ജലപീരങ്കി 3 തവണകളായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ തൊട്ട് വിവിധ സംഘടനകളുടെ പ്രതിഷേധമാണ് ഇവിടെ ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലായി നടക്കുന്നത്. നേരത്തെ ഉൾപ്പെടെ BJP-യുടെയും അതിനുശേഷം RYF-ന്റെ ഉൾപ്പെടെ മാർച്ച് ഇവിടെ വന്നു കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള മാർച്ച് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഈ മാർച്ച് ഒരു സംഘർഷാവസ്ഥയിലേക്ക് മാറുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ഒരു മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധമായ സംഘടനകൾ സർക്കാരിനും ആരോഗ്യ വകുപ്പിനുമെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് മാർച്ചിലൂടെ ഇത് പ്രകടമാക്കുന്നത്. നിരവധിയായ പോലീസ് ഉൾപ്പെടെ ഇവിടെ സന്നാഹം രാവിലെ തൊട്ട് തന്നെ സന്നാഹം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നന്ദിയുണ്ട്. കാരണം ഓപ്പറേഷൻ കൂടെ നിങ്ങൾ രോഗികൾ ചെയ്യണമെന്ന് പറയാത്ത മഹാമനസ്കതയോട് യൂത്ത് ലീഗ് നന്ദി പറയുകയാണ്. കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് നിങ്ങൾ അറിയണം, ആരോഗ്യ മേഖല ഒരു കാലത്ത് പാവങ്ങളുടെ ഏറ്റവും വലിയ അഭയകേന്ദ്രം എന്നുള്ളത് കൊണ്ടാണ് ധർമാശുപത്രികളായി മാറിയതെങ്കിൽ ഇന്ന് നിങ്ങൾ ഭരിക്കുന്ന സമയം ഒരു രോഗവുമായിട്ടാണ് രോഗി വരുന്നതെങ്കിൽ ഒന്നുകിൽ 3 രോഗവുമായി അതല്ലെങ്കിൽ മൃതദേഹവുമായി മടങ്ങിപ്പോകണം എന്നുള്ളതാണ് സർക്കാരിന്റെ അനാസ്ഥയുടെ ഏറ്റവും വലിയ പിടിപ്പുകേട്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ യൂറോളജി വിഭാഗത്തിന്റെ തലവൻ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ നമ്പർ 1 എന്ന് പറഞ്ഞ അവകാശവാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞത്. ആ ഹാരിസിനെ വേട്ടയാടാനാണ്. അതോടൊപ്പം തന്നെ സത്യം പറയുന്ന ഡോക്ടർമാരെ UP-യിലെ യോഗി ആദിത്യനാഥ് കഫീൽ ഖാൻ എന്ന് പറയുന്ന ഡോക്ടർ ഓക്സിജൻ കിട്ടാതെ നവജാത ശിശുക്കൾ മരിച്ചത് വിളിച്ചു പറഞ്ഞപ്പോ നാട് കടത്തിയതുപോലെ സത്യം പറയുന്നവരെ നാട് കടത്താനും സസ്പെൻഡ് ചെയ്യാനുമാണ് ഭാവമെങ്കിൽ പിണറായി വിജയനോടും വീണ ജോർജിനോടും പറയുന്നു, ആ മോഹം AKG സെന്ററിൽ വെച്ചാൽ മതി. യൂത്ത് ലീഗ് വലിയ പ്രതിഷേധം നടത്തുകയാണ്. മന്ത്രി വീണ ജോർജിന്റെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക്